എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ വിഷയങ്ങൾ ഇന്ന് വാർത്തകളുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനയുടെ കൂട്ടായ്മയായ സെറ്റോയും CPI സംഘടനാ ജോയിന്റ് കൌൺസിലറും ഇന്ന് പണിമുടക്കും. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, CI കുടിശ്ശിക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഈ സമരം ആരംഭിക്കുക? ഹരിത, ഇന്ന് രാവിലെ മുതൽ തന്നെ സമരം തുടങ്ങാനുള്ള തീരുമാനം തന്നെയാണ് ഉള്ളത്. ഇന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെറ്റോയും CPI സംഘടന ജോയിന്റ് കൌൺസിലും ഇന്ന് പണിമുടക്കാനാണ് തീരുമാനമായിട്ടുള്ളത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, DA കുടിശ്ശിക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിരവധി ഓഫീസുകൾ, അതായത് കളക്ടറേറ്റുകൾ അടക്കം ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ഒരു പണിമുടക്ക് സർക്കാർ ഓഫീസുകൾക്ക് പ്രവർത്തനത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറാനുള്ള സാധ്യത കണക്കിലെടുത്ത് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇതോടൊപ്പം തന്നെ ഈ സംഘടനകൾ പ്രതിഷേധ പ്രകടനവും പലയിടത്തും നടക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിലെ ആയിരക്കണക്കിന് ജീവനക്കാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പരിസരം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസിന്റെ സംരക്ഷണം നൽകാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. ഏതായാലും സർക്കാർ വലിയ ആശങ്കയോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ശക്തമായ ഒരു പണിമുടക്ക് ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഇത് വ്യാപകമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റിലും കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും പണിമുടക്കുമെല്ലാം ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഹരിത.